നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈവേ നിർമ്മാണത്തിൽ കാനകൾ മൂടി. തൃപ്രയാറിൽ വീടുകളിൽ വെള്ളം കയറി. പ്രളയാവശിഷ്ടങ്ങൾ മാറ്റിയില്ല. വീടുകൾക്ക് ഭീഷണിയായി ചിറയ്ക്കൽ തോട്ടിലെ വെള്ളക്കെട്ട്. ദേശീയപാത തളിക്കുളത്ത് റോഡിലേക്ക് മറിഞ്ഞ അരിയിൽ തെന്നി വീണ നിരവധി പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ തൃപ്രയാറിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. തൃപ്രയാർ TSGA പരിസരം, SN ട്രസ്റ്റ് സ്കൂൾ പരിസരം എന്നിവിടങ്ങളിലുള്ള വീടുകളിലാണ് കനത്ത മഴയിൽ വെള്ളം കയറിയത്. 2 ദിവസമായി വെള്ളക്കെട്ടും പരിസര പ്രദേശത്ത് രൂക്ഷമാണ്. തൃപ്രയാറിൽ ദേശീയപാതയുടെ പണി നടക്കുന്നത് മൂലം നിരവധി കാനകളാണ് മൂടിപ്പോയിട്ടുള്ളത്. ഇതുമൂലം വെള്ളം ഒഴുകി പോകുന്നില്ല. നാട്ടിക പഞ്ചായത്ത് അധികൃതർ, ഹൈവേ അധികൃതർ, വില്ലേജ് അധികൃതർ എന്നിവർ ചേർന്ന സ്ഥലം സന്ദർശിച്ചു. TSGA സ്റ്റേഡിയത്തിന് പുറകിലുള്ള ദേവസ്വം പറമ്പിൽ ഹൈവേയുടെ നേതൃത്വത്തിൽ താൽക്കാലികമായ JCB ഉപയോഗിച്ച് കുഴി നിർമ്മിച്ച് വെള്ളം ഒഴുക്കിവിടുവാനായി തുടങ്ങിയിട്ടുണ്ട്. പ്രളയാവശിഷ്ടങ്ങൾ മാറ്റാത്തത് മൂലം ചിറയ്ക്കൽ തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടു. ഇതുമൂലം തോടിന് അനുബന്ധമായുള്ള കോളനികളുടെ വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. ചിറയ്ക്കൽ തോട്ടിൽ ഒഴുക്ക് നിലച്ചതിനാൽ വെള്ളം കരകവിയുന്ന അവസ്ഥയിലാണെന്ന് ചാഴൂർ പഞ്ചായത്ത് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. 8-10 വാർഡുകളിലെ 100ഓളം വീടുകളെ വെള്ളക്കെട്ട് ബാധിക്കും. പ്രളയാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ KLDC 40 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഇത് പൂർത്തിയാക്കാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഇഞ്ചമുടി മാട്ടുമൽ ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായുള്ള അടിയന്തര നടപടിക്കായി കളക്ടറെ സമീപിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ചിറയ്ക്കൽ പാലം നിർമ്മാണത്തിനായി നിർമ്മിച്ചിരുന്ന ബണ്ടിൽ കുളവാഴയും മറ്റു മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയാൽ കനത്ത പ്രത്യാഘാതമായിരിക്കും ഉണ്ടാകുക. ചിറയ്ക്കൽ തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ട പ്രദേശങ്ങൾ CC മുകുന്ദൻ MLA സന്ദർശിച്ചു. KLDC ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തിയിരുന്നു. അടിയന്തരമായി തോട്ടിലെ മാലിന്യങ്ങളും കുളവാഴയും നീക്കാൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചാഴൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാതയിൽ തളിക്കുളത്തെ ലോറിയിൽ നിന്ന് റോഡിലേക്ക് മറിഞ്ഞ അരിയിൽ തെന്നി വീണ അപകടം. മഴയിൽ അരി കുതിർന്നതോടെ റോഡിൽ വഴുക്കലായി. ഇതിൽ തെന്നി വീണ നിരവധി ഇരുചക്ര വാഹനക്കാർക്ക് പരിക്കേറ്റു. ഇവർ തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തി. അപകട വിവരമറിഞ്ഞ തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഉടൻ സ്ഥലത്തെത്തി. തളിക്കുളം ഹൈസ്കൂളിലെ പൈപ്പ് ഉപയോഗിച്ച് വെള്ളമടിച്ച് റോഡ് മുഴുവൻ വൃത്തിയാക്കി. അല്പനേരം വാഹനങ്ങൾ നിർത്തിയതിനു ശേഷമാണ് ഇവർ ശുചീകരണ പ്രവർത്തനം നടത്തി അപകടാവസ്ഥ ഒഴിവാക്കിയത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CT സുജിത്ത്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ CA സീനത്ത് BV, KB രമ്യ, PS കാവ്യ എന്നിവരും തളിക്കുളം ഹൈസ്കൂളിലെ അധ്യാപകൻ മനോഹിത്, സ്കൂൾ ജീവനക്കാരായ പവിത്ര, അശ്വതി എന്നിവരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അടിയന്തര സാഹചര്യത്തിൽ ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ തളിക്കുളം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരെയും തളിക്കുളം ഹൈസ്കൂൾ ജീവനക്കാരെയും തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത അഭിനന്ദിച്ചു. അനാചാരങ്ങൾക്കെതിരെ പടപൊരുതിയ പണ്ഡിറ്റ് KP കറുപ്പൻ മാസ്റ്റർ ജന്മദിനം അഖില കേരള ധീവരസഭ തൃശൂർ ജില്ലാ കമ്മിറ്റി ആഘോഷിച്ചു. പാവപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരെയും ചേർത്ത് നിർത്തി സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവകാശങ്ങൾ നേടിയെടുക്കാനും പണ്ഡിറ്റ് KP കറുപ്പൻ മാസ്റ്ററുടെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു. പണ്ഡിറ്റ് KP കറുപ്പൻ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ഇന്നത്തെ സാഹചര്യത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അഭിപ്രായപ്പെട്ടു. ആ കാലഘട്ടത്തിൽ എത്രയോ വലുതായിരുന്നുവെന്നും ഇന്ന് അതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കെട്ട കാലത്ത് അതിൻ്റെ മൂല്യങ്ങൾ ഒന്നുകൂടി തേച്ചു പിടിക്കെടുക്കേണ്ട സന്ദർഭമാണ് എന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയും. കാരണം കൊച്ചി നഗരത്തിൽ പോലും താഴ്ന്ന ജാതിക്കാർക്ക് കാലുകുത്താനിടയില്ലാത്തൊരു സമയം അവരെല്ലാം സംഘടിപ്പിച്ചു. എന്തിനേറെ പറയുന്ന പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന മഹത് വ്യക്തി മഹാരാജാസ് കോളേജിലെ മലയാളം അധ്യാപകനായി ജോലി കിട്ടിയപ്പോൾ, ഡിപ്പാർട്ട്മെന്റ് തലവനാക്കിയപ്പോൾ
ഞങ്ങളാരും പഠിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയ സവർണ മേധാവികളോട് കൊച്ചിരാജാവ് പറഞ്ഞൊരു മറുപടി, ഇനി ആ ക്ലാസും പണ്ഡിറ്റ് കറപ്പൻ നയിക്കും എന്നാണ്. അഖില കേരള ധീവരസഭ ജില്ലാ പ്രസിഡന്റ് KV തമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി PV ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി TV ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, വെങ്കടേഷ്, ശകുന്തള കൃഷ്ണൻ, ജോഷി ബ്ലാങ്ങാട്ട്, KK പുഷ്കരൻ, PK ദാസൻ, UM സുബ്രഹ്മണ്യൻ, UB മണികണ്ഠൻ, മണി കാവുങ്ങൽ, KK തമ്പി, ബാബു കുന്നുങ്ങൽ എന്നിവർ സംസാരിച്ചു. വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കുന്നതിന് സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് TN പ്രതാപൻ MP ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച CKG വൈദ്യർ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരത് മാതാ കി ജയ്, ഇൻകുലാബ് സിന്ദാബാദ്, ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോവുക, ഇത് ഞങ്ങളുടെ നാടാണെന്ന് പറഞ്ഞ് ജയിലിൽ കൊണ്ടുപോയി, വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ജയിലിൽ കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ അവരുടെ ലാത്തി കൊണ്ട് അടിച്ചു. അവസാനം വൈദ്യപഠനം പൂർണ്ണമായും പൂർത്തിയാക്കാൻ പറ്റാതെ കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട് നാട്ടിൽ വന്ന് ജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തനം നടത്തി മൺമറഞ്ഞു പോയ തൃപ്രയാർ സെൻ്ററിൽ റീന മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നൊരു മെഡിക്കൽ ഷോപ്പ്, ഇന്ന് കാണുന്ന മെഡിക്കൽ ഷോപ്പ് ഉൾപ്പെടെ അതിന് മുന്നിലും അകത്തുമായി എല്ലാ ദിവസവും കണ്ടിരുന്ന ചിത്രത്തിൽ കാണുന്ന CKG വൈദ്യർ എന്ന് പറയുന്നൊരു മഹാനുഭാവനായ നാട്ടികക്കാരൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് മക്കളെ നിങ്ങൾക്ക് ഈ സമ്മാനം നൽകുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് മനുഷ്യരെ ഓർക്കുന്നത്? എല്ലാവരെയും നമ്മളെല്ലാവരും ഓർക്കണം എന്നില്ല. ചിലർ നമ്മുടെ മനസ്സിനകത്ത് ഓർമ്മ ഉണ്ടാകും. മറവി അനുഗ്രഹമാണെങ്കിലും ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നൊരു വാചകമുണ്ട്. KPCC മീഡിയ സെൽ സ്റ്റേറ്റ് ചെയർമാൻ ഡോക്ടർ P. സരിൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് അറ്റുപറമ്പത്ത്, VR വിജയൻ, സുനിൽ ലാലൂർ, P. വിനു, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, VD സന്ദീപ്, CS മണികണ്ഠൻ, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ നാട്ടിക ഫിഷറീസ് ഗവൺമെന്റ് സ്കൂൾ, നാട്ടിക SN ട്രസ്റ്റ് സ്കൂളുകളെ TN പ്രതാപൻ MP അനുമോദിച്ചു. ഇടവേള. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2024 SSLC +2 വിഷയങ്ങളിൽ ഫുൾ A+ നേടിയ കേരള വിഷൻ വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ ബന്ധപ്പെടുക. അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ജൂൺ 5. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. We offer BCom taxation, BCom cooperation, BCom finance, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Magid FM
helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics, code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School, the joy of learning. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. ഇറിഗേഷൻ കനാലിന്റെ സുരക്ഷാ ഭിത്തി അശാസ്ത്രീയമായി നിർമ്മിച്ചതുമൂലം മണലൂർ 8-ാം വാർഡിലെ 2 വീടുകൾ വെള്ളത്തിലായി. നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. വലിയപറമ്പിൽ തുണ്ടൻ, വലിയപറമ്പിൽ പ്രകാശൻ എന്നിവരുടെ വീടുകളാണ് ഭാഗികമായി വെള്ളത്തിലായത്. ഇറിഗേഷൻ കനാലിൽ പാഴ്പുല്ലുകളും മറ്റു മാലിന്യങ്ങളും കുമിഞ്ഞുകൂടിയതിനാൽ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ മാർഗമില്ലാതെ കനാൽ കരകവിഞ്ഞൊഴുകിയാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. വേനലിൽ കനാൽ ഭിത്തികൾ നിർമ്മിക്കാൻ അവസരമുണ്ടായിട്ടും കരാറുകാരൻ സമയബന്ധിതമായി ഭിത്തി കെട്ടി തീർക്കാത്തതിനാലാണ് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മഴ തുടർന്നാൽ ഈ പ്രദേശത്തെ 20ഓളം വീടുകൾ വെള്ളത്തിൽ മുങ്ങും. മണലൂർ പഞ്ചായത്തിലെ 8-ാം വാർഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെള്ളത്തിൻ്റെ ശല്യം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 വീട്ടുകാർക്കാണ് ഇത്രയും വെള്ളം കൂടുതൽ. ഇവിടേക്കുള്ള കനാലിൽ കൂടെയുള്ള വെള്ളം മുഴുവൻ ഞങ്ങൾക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ബാക്കിലേക്ക് ചെയ്ത് ഞങ്ങളുടെ വീടുകളിലേക്ക് വരാം. ബാത്റൂം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ ഈ കനാലിൻ്റെ ഈ സൈഡ് പോർഷൻ്റെ പണി തുടങ്ങിയിട്ട് മാസങ്ങൾ കുറേയായി. പക്ഷേ ഈ മഴ മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും ഇത് ഈ കരാറെടുത്ത ആളുടെ അനാസ്ഥ മൂലമാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 10-20 വീടോളം ഈ വെള്ളക്കെട്ട് മൂലം വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് വണ്ടികളും സാധനങ്ങളൊക്കെ വന്നിരിക്കുക. അവിടെ ഇന്ന് അത് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. ഇന്നും മഴ കനത്ത് കഴിഞ്ഞാൽ ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലും ഇവിടെ പുനരധിവസിപ്പിക്കേണ്ടി വരുന്നുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്.
മുരളി പെരുന്നെല്ലി MLAയുടെ വികസന ഫണ്ടിൽ നിന്നും കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസ് സാമ്പത്തിക ബാധ്യത മൂലമാണ് ഓടാതെ കയറ്റിയിട്ടതെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2020 ഫെബ്രുവരി വരെ ബസ് ഓടിയിരുന്നു. 10 വർഷത്തോളം കുട്ടികളിൽ നിന്ന് ഫീസ് ഈടാക്കാതെയാണ് ഓടിയത്. ഇക്കാലം അത്രയും വാഹനത്തിന് വേണ്ടി വരുന്ന ചിലവ് അധ്യാപകരും PTA-യുമാണ് വഹിച്ചത്. കോവിഡ് വന്നപ്പോഴാണ് സ്കൂൾ അടച്ചപ്പോൾ ബസ് കയറ്റിയിട്ടത്. നിലവിൽ ടാക്സും ഇൻഷുറൻസും അടച്ചു വരുന്നുണ്ട്. വാഹനം 4 വർഷമായി ഓടാത്തതിനാൽ എഞ്ചിൻ, വീൽ, ഗിയർ ബോക്സ് എന്നിവയ്ക്ക് കേടുപാടുണ്ടായിട്ടുണ്ട്. തകരാർ പരിഹരിക്കാൻ 5 ലക്ഷം രൂപയോളം ചിലവ് വരും. പണം ചിലവാക്കി ഓടിയാൽ ഡ്രൈവർ, ആയ എന്നിവർക്ക് വേതനവും ഡീസൽ ചിലവടക്കം മാസം 35,000 രൂപയോളം ചിലവ് വരും. ഇൻഷുറൻസ്, ടാക്സ് ചിലവ് വേറെയും വരും. അതിനാൽ വാഹനമിറക്കാൻ നിർവാഹമില്ല. ചെറു റോഡിൽ ഓടാൻ ഈ വാഹനത്തിന് കഴിയില്ല. അതിനാൽ കയറ്റിയിട്ട സ്കൂൾ ബസ് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയതായും ഇവർ പറഞ്ഞു. PTA പ്രസിഡന്റ് CA മുരളി, SMC ചെയർമാൻ നെൽസൺ V. മാത്യു, പ്രിൻസിപ്പൽ A. അഭിത, സ്റ്റാഫ് സെക്രട്ടറി OV മിനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം എന്ന ലക്ഷ്യത്തോടെ തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. പകർച്ചവ്യാധികൾ തടയുന്നതിനും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുമാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, തളിക്കുളം ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ഫാത്തിമ, തളിക്കുളം പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സിനി, തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ്, ആരോഗ്യ പ്രവർത്തകരായ റീന ക്ലാരിൻ, സുജിഗ്ന PS, കാവ്യ, ആശാ വർക്കർ സബിത സുബി എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഗവർണർ എടുത്തിരിക്കുന്ന സ്റ്റാൻഡനുസരിച്ച് ഡൽഹി പോകാൻ അർഹതയുള്ള ഒരു കുറ്റകൃത്യമാണ് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത്. ആ കുറ്റകൃത്യം ആവർത്തിച്ച് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കാനാണ് ഈ അവസരം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എന്താണ് ആ മനുഷ്യൻ പറയണത്, ചെയ്യണത് എന്ന് ചെയ്യാത്ത ഒരവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടമനുസരിച്ച് മഴ പെയ്താലും മഴക്കാല പൂർവ്വം ശുചീകരണം നടത്തേണ്ടതില്ല എന്നാണ്, ജനപ്രതിനിധികൾ പങ്കെടുത്ത് നടത്തേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അടിയന്തര കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്താനാവാതെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടിക 7-ാം വാർഡിലെ പടിഞ്ഞാറേക്കര രാജൻ. 1 വർഷം മുൻപാണ് രാജന് കരൾ രോഗം ബാധിക്കുന്നത്. ഭാര്യ വസന്ത 8 വർഷം മുൻപ് പക്ഷാഘാതം ബാധിച്ച് തളർന്നു കിടക്കുകയാണ്. ഭാര്യയെ നോക്കാൻ വേണ്ടി സ്കൂളിൽ പ്യൂൺ ജോലി ഉപേക്ഷിച്ചതിനു ശേഷമാണ് രാജന് കരൾ രോഗം ബാധിക്കുന്നത്. ഇപ്പോൾ 1 വർഷമായി എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലാണ്. 35 ലക്ഷം രൂപയാണ് കരൾ മാറ്റിവെക്കുന്നതിനായി ചിലവ് വരുന്നത്. മരുന്നിന് പോലും പൈസ തികയാത്ത അവസ്ഥയാണിപ്പോൾ. ഇവരുടെ ഏകമകൾ +2-ൽ പഠിക്കുകയാണ്. ഭക്ഷണം അടുത്തുള്ള ബന്ധുവീടുകളിൽ നിന്നുമാണ് നൽകുന്നത്. വാർഡ് മെമ്പർ ബിന്ദു പ്രദീപ് ചെയർമാനായും TN സജേഷ് കൺവീനറായും, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, TV ശ്രീജിത്ത്, KV സുകുമാരൻ, CK മണികണ്ഠൻ, KL അനൂപ് എന്നിവർ സമിതി അംഗങ്ങളുമായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. രാജൻ എന്ന വ്യക്തിക്ക് ലിവർ സംബന്ധമായി ഈ അസുഖം, ഭാര്യ ഒരു 6-7 വർഷത്തോളമായിട്ടുണ്ട് കിടപ്പിലാണ്. ഭാഗം തളർന്ന് ഇപ്പോൾ കുട്ടി പഴുത്ത് ആരും നോക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ചേച്ചിയെ നോക്കിയിരുന്നത് ഈ ചേട്ടനാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ലിവർ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. അത് അത്യാവശ്യമായിട്ട് അതിന് ഒരു 45 ലക്ഷത്തോളം രൂപ വരും. ഈ ഒരു സാഹചര്യത്തിൽ ആ ചേട്ടന് അത്രയ്ക്കും തുക കൊടുത്ത് ഓപ്പറേഷത്തിന് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് എല്ലാം കൊണ്ടും. കാരണം ആരുമില്ല, ബന്ധങ്ങളായാലും സ്വന്തക്കാരായാലും ആർക്കും നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിച്ച് യൂണിയൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ, ചെറിയ സഹായം പോരാ, നല്ലൊരു തുക ഉണ്ടെങ്കിൽ മാത്രമേ ആ ചേട്ടനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഒരു 16 വയസ്സായ ഒരു മകളുണ്ട്. മകൾ പഠിക്കുകയാണ്. ആ കുട്ടിയെ നോക്കണം, ഈ ചേട്ടൻ്റെ കാര്യം നോക്കണം, ചേട്ടന് ചേച്ചിയുടെ കാര്യം നോക്കണം. വളരെ ഒരു വിഷമഘട്ടത്തിലാണ് ആ ചേട്ടൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും വർഷം ആ ചേച്ചിനെ നോക്കുന്ന ചേട്ടനാണ്. ഇപ്പോൾ ആ ചേട്ടന് ഈ അസുഖം വന്നതുകൊണ്ട് ചേച്ചിയുടെ കാര്യവും കഷ്ടം, മകളുടെ കാര്യവും കഷ്ടം, ചേട്ടൻ്റെ കാര്യവും കഷ്ടം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ചാനൽ കൊടുക്കുന്നതും അതിലൂടെ ജനങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നത് വലിയ കാര്യമാണ്.
അത്രയും എനിക്ക് പറയാനുള്ള ജനങ്ങളുടെ ഒരു സഹായ സഹകരണം ഉണ്ടാവണം. ചേട്ടൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മകളുണ്ട്, മകളുടെ ഭാവിയും ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ഒരു സഹായ സഹകരണം വേണം. രാജൻ ചികിത്സാ സഹായ സമിതിയുടെ പേരിൽ യൂണിയൻ ബാങ്ക് നാട്ടികയിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 30 80 22 01 00 879, IFSC UBIN 093086, ഗൂഗിൾ പേ നമ്പർ 95 67 56 01 54. സന്മനസ്സുള്ളവരുടെ സഹായമാണ് ഈ നിർധന കുടുംബത്തിന് ആവശ്യം. രാജേൻ്റെ ഭാര്യ 7 വർഷമായി അസുഖബാധിതയായി കിടക്കുന്ന അവസ്ഥയാണ്. ഒപ്പം തന്നെ ചികിത്സയ്ക്കായി ഭർത്താവ് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയും കൂടി ഇല്ലാതാക്കി ഭാര്യയെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു മകളാണ് ഉള്ളത്, പ്രായപൂർത്തിയാകാത്ത മകളാണ് ഉള്ളത്. ഇവരെ സാമ്പത്തികമായി വളരെ പിന്നിലേക്കാണ്. അവരുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരെയും സഹായം ഉണ്ടാവണം. രാജേട്ടന് ഇപ്പോൾ കരൾ മാറ്റിവെക്കുന്നതിന് വേണ്ടി 35 ലക്ഷം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർമാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ആ ചേട്ടൻ രക്ഷപ്പെട്ട എല്ലാ കുടുംബം അത്യാവശ്യം ആ ചേച്ചീനെയും മകളെയും സംരക്ഷിക്കും. അതിനുള്ള ഒരു ശരീരസുഖം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുക. കാറിടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. മനക്കൊടി ചാലിശ്ശേരി പരേതയായ ദേവസിയുടെയും അന്നമ്മയുടെയും മകൾ 60 വയസ്സുള്ള സിസിലിയാണ് മരിച്ചത്. ഏപ്രിൽ 25-നാണ് അപകടം നടന്നത്. അതിരാവിലെ അരിമ്പൂർ പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കുവാൻ പോകുന്നതിനിടെ തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ ഇടിച്ച് കാറിൽ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. തലക്കേറ്റ ക്ഷതത്തെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച മരിച്ചു. സഹോദരങ്ങൾ ആന്റണി, ഷൈനി, റോളി, പരേതരായ പീറ്റർ, പോൾ. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9-ന് അരിമ്പൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ. അനധികൃതമായി ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ജില്ലകളിൽ അനധികൃത അവധിയിലുള്ള ജീവനക്കാരുടെ വിവരങ്ങൾ അടുത്ത 5 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകി. വിട്ടുനിൽക്കുന്ന ജീവനക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. ആരോഗ്യവകുപ്പ് ഡയറക്ടറും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ഇതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹൈവേ നിർമ്മാണത്തിൽ കാനകൾ മൂടി. തൃപ്രയാറിൽ വീടുകളിൽ വെള്ളം കയറി. പ്രളയാവശിഷ്ടങ്ങൾ മാറ്റിയില്ല. വീടുകൾക്ക് ഭീഷണിയായി ചിറയ്ക്കൽ തോട്ടിലെ വെള്ളക്കെട്ട്. ദേശീയപാത തളിക്കുളത്ത് റോഡിലേക്ക് മറിഞ്ഞ അരിയിൽ തെന്നി വീണ നിരവധി പേർക്ക് പരിക്ക്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.